നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഉന്നമനത്തിനും ഭാവി തലമുറയ്ക്കും വേണ്ടി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും പുതിയ പദ്ധതികളെപ്പറ്റി ചർച്ച ചെയ്ത് അവലോകനം നടത്തി അതോടൊപ്പം തന്നെ പുതിയ ബില്ലുകളും നിയമങ്ങളും പാസ്സാക്കുന്നതിന് വേണ്ടിയാണ് കേരള നിയമസഭ എന്ന ഒരു മഹത്തായ സ്ഥാപനം തിരുവനന്തപുരത്ത് ഉള്ളത്. സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിരുന്ന കേരള നിയമസഭയ്ക്ക് പുതിയ മന്ദിരം ശീതീകരിച്ച വളരെ നയനമനോഹരമായ ഒരു മണിമന്ദിരം തന്നെ തിരുവനന്തപുരത്തുണ്ട്. അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി നാം ചെലവും കൊടുത്ത്, കൂടാതെ ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന 140 വ്യക്തികളെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതിൽ നിന്നൊരു മന്ത്രി, കുറേ മുഖ്യമന്ത്രി, കുറേ മന്ത്രിമാർ. എന്താണ് ഇന്ന് കേരള നിയമസഭയിൽ നടന്നത്? ശരിക്കും നടക്കാൻ പാടില്ലാത്തതാണോ? ഇതിനു മുമ്പും ഇതേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തങ്ങളോടൊപ്പമുള്ള ഒരു MLA മുണ്ടുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തത് സ്കൂൾ ജീവിതകാലത്ത് വായിക്കാനിടയായ ഒരു സംഭവമാണ്. ഇപ്പം ലോകം മുഴുവൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരം പ്രക്രിയയ്ക്ക് യാതൊരു മാറ്റവുമില്ല, ഇവരാരും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് അതേ നിയമസഭയിലെ മറ്റൊരംഗം വിളിച്ചു പറയുക. അത് പക്ഷേ സഫാരയിൽ നിന്നെന്തായാലും മാറ്റിയിട്ടുണ്ട്, അങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ കൈ തരിക്കുകയാണ് ഒരു ഗുണ്ടയെ പോലെ എതിരെ നിൽക്കുന്ന ആൾക്കാരെ അടിക്കുവാൻ വേണ്ടി. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു മന്ത്രിയെ കൊണ്ട് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം നടത്തിയ നാടകങ്ങളും സ്ട്രെച്ചറിൽ കൊണ്ടുപോയതും അന്ന് നിയമസഭ തല്ലിപ്പടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവർക്ക് പ്രിവിലേജ്. എന്ത് പ്രിവിലേജ്? നമ്മൾ തിരഞ്ഞെടുത്തു എന്നുള്ള പ്രിവിലേജിന്റെ പുറത്താണ് ഈ അഹങ്കാരങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത്. ഇവരൊക്കെ എന്താണ് കാണിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ ബോധമില്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിയമസഭയിലെ മിക്ക അംഗങ്ങളും ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ഒരവസ്ഥ നേരത്തെ നമ്മൾ കണ്ടു, ഇന്നും നമ്മൾ കണ്ടു. നമ്മുടെ സംസ്ഥാനത്തുള്ള വിദ്യാസമ്പന്നരായ യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നിരന്തരം ഒരാളെ ഒരു മണ്ഡലത്തിൽ തിരഞ്ഞെടുത്ത് വിട്ട് അയാളെ ആജീവനാനന്തം സഹിക്കുന്നതാണ് മറ്റൊരു തെറ്റ്. ഇതിനൊക്കെ മാറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരു വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ആരെങ്കിലും എതിർത്ത് സംസാരിച്ച ഉടനെ അവനെ എവിടെയായാലും അങ്ങ് ശരിയാക്കി കളയാം എന്നുള്ളതാണ്. അതുപോലെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ അംഗങ്ങൾ, ഭരണകക്ഷി അംഗങ്ങൾ, ഇവർക്ക് കുറെ കൂടി മാന്യമായ രീതിയിൽ പെരുമാറേണ്ടതല്ലേ? ഡോക്ടർ മാത്യു കോയനാടനെ പിടിച്ച് തള്ളുകയോ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ വാച്ചാൻ പാടാതെ കേരള പോലീസിന്റെ മറ്റൊരു വിഭാഗം നിൽക്കുന്നത് കാണേണ്ടി വന്ന ഗതികേടിലാണ് ഇന്ന് കേരളത്തിലെ യുവാക്കൾ. വിമർശനങ്ങൾ ഇവരാരും ഇഷ്ടപ്പെടുന്നില്ല. വിമർശനങ്ങൾ ഇഷ്ടപ്പെടാത്തവൻ ഒരിക്കലും ഭരണാധികാരിയാവാൻ പാടില്ല. ഒരു ഭരണാധികാരിക്ക് അവൻ്റെതായ മാന്യതയുണ്ട്. കാരണം അവനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് നിയമസഭയിൽ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ നൽകുന്ന ആ അംഗീകാരം, ആ അധികാരം, അത് മനോഹരമായ രീതിയിൽ, മാന്യമായ രീതിയിൽ പെരുമാറുവാൻ ഈ 140 മരവാഴകൾക്കും അതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ എന്താണ് വിളിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ എന്ത് വിളിച്ചാലും മതിയാവില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ത് ചർച്ചയാണ് നിയമസഭയിൽ നടക്കുന്നത്? മൊത്തം രാഷ്ട്രീയ ചർച്ചകൾ. അല്ലാതെ എന്താണ് അവിടെ നടക്കുന്നത്? കാണിക്കുന്നത് എന്താണ്? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ യുവാക്കൾ, ചിന്തിക്കുന്ന ജനങ്ങൾ, നാം ഉണരേണ്ടിയിരിക്കുന്നു. നാം ഈ തത്വശാസ്ത്രങ്ങളുടെയോ ഇവർ പറയുന്ന വാക്കുകളുടെ പുറകെ പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് നമ്മളെ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ആകരുത് നിയമസഭാംഗങ്ങൾ. അത് മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ആരായിരുന്നാലും അത് ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ്. നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. അതിനുള്ള പ്രവർത്തനം നിഷ്പക്ഷമതികളായ യുവജനങ്ങളും നിഷ്പക്ഷമതികളായ ജനങ്ങളും മുൻപോട്ട് വന്ന് ഏറ്റെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നേ പറയാനുള്ളൂ. ഇന്ന് നിയമസഭയിൽ കാട്ടിയ ആ വൈകൃതങ്ങളൊക്കെ തന്നെ അവരെന്ത് കാണിക്കുന്നോ അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരതാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരാളും പൊതുവിലിറങ്ങി പൊതുസ്ഥലത്തിറങ്ങി ഇങ്ങനെ പെരുമാറാറില്ല. നിയമസഭ ആരുടെയും കുടുംബസ്വത്തല്ല. ഏതോ കുടുംബ വസ്തുവിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കൈയും കെട്ടി പുറത്ത് നീടിക്കാൻ വരെ നിൽക്കുന്ന പോലെ ആൾക്കാർ നിൽക്കുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വളരെ മോശമായൊരു കാര്യമാണ്. ഇവരിൽ നമ്മൾ ഇതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. കുറെ കൂടി മാന്യമായ പെരുമാറ്റം, കുറെ കൂടി മാന്യമായ രീതിയിൽ ജനങ്ങൾക്ക് കൂടി ബോധ്യമാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവരിൽ നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. അത്തരക്കാരെ മാത്രമേ
ദയവ് ചെയ്ത് മേലിലെങ്കിലും നമ്മുടെ നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും വിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട പരമസത്യം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.